ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ മെന്റർ PSC ലേണിംഗ് ആപ്പ്. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കഴിഞ്ഞ വർഷം 2023 വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 2021 കണക്കനുസരിച്ച് പരുത്തിയുടെ ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? തുടർന്ന് വന്ന 2023 തുടർന്ന് വന്ന ഡിഗ്രി പരീക്ഷകൾക്കും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. 21-22 സാമ്പത്തിക സർവേയിൽ പ്രതിപാദിക്കുന്ന കാർഷിക വിളകളുടെ ഉൽപാദനം നോക്കിയാൽ 1, 2, 3 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗോതമ്പിന്റെ ഉൽപാദനത്തിൽ ആദ്യത്തെ 1, 2, 3 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗോതമ്പിന്റെ ഉൽപാദനത്തിൽ ആദ്യത്തെ 3 സംസ്ഥാനങ്ങൾ വഹിക്കുന്നത് എത്ര ശതമാനമാണ്? കൂട്ടുകാരെ, തുടർന്ന് ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷം ചോദിച്ചത് 2021 കണക്കനുസരിച്ച് 21-22 സാമ്പത്തിക സർവേയുടെ അടിസ്ഥാനത്തിൽ എന്നിങ്ങനെയാണെങ്കിൽ ഇത്തവണ നിങ്ങൾ LDC പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ചോദിക്കുന്ന ചോദ്യം എങ്ങനെയായിരിക്കും? 2022 കണക്കനുസരിച്ച് അല്ലെങ്കിൽ 22-23 സാമ്പത്തിക സർവേയിൽ പ്രതിപാദിക്കുന്ന കാർഷിക വിളകളുടെ ഉൽപാദനം കണക്കിലെടുക്കുമ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ആ ചോദ്യങ്ങൾ കണ്ടുവരാം. ഒരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാകും, മിസ്സാക്കരുത്. വെൽക്കം ടു ദി ക്ലാസ്. കൂട്ടുകാരെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 2021-22 സാമ്പത്തിക സർവേ, ഇത് 2022 ഫെബ്രുവരി മാസമാണ് ഈ സർവേ അവതരിപ്പിക്കുന്നത്, 22 ബഡ്ജറ്റിന് മുൻപായി. ഈ സർവേയിൽ പ്രതിപാദിക്കുന്ന കാർഷിക വിളകളുടെ ഉൽപാദനം 20-21 കാലയളവിലേതാണ്. അഥവാ 2021 കണക്കനുസരിച്ച് എന്ന് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ 20-21 കാലയളവിലെ കണക്കനുസരിച്ച് എന്ന് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ 21-22 സർവേയിൽ പ്രതിപാദിക്കുന്ന കാർഷിക വിളകളുടെ ഉൽപാദനം നോക്കിയാൽ 1, 2, 3 സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് ആരൊക്കെയാണ് എന്ന് ചോദിക്കാം. ഇതാണ് കഴിഞ്ഞ വർഷത്തെ ഒരു രീതി. കൂട്ടുകാരെ, അവിടെ അരിയുടെ ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരാണ്? പശ്ചിമ ബംഗാളാണ്. 2ാം സ്ഥാനത്ത് ഉത്തർപ്രദേശ് ആണ്. 3ാം സ്ഥാനത്ത് പഞ്ചാബ് ആണ്. പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, പഞ്ചാബ്. ഇനി ഇത്തവണ നിങ്ങൾ LDC പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ചോദ്യങ്ങൾ എങ്ങനെയാണ്? 2022 കണക്കനുസരിച്ച്, അല്ലെങ്കിൽ 2021-22 കാലയളവിലെ കണക്കനുസരിച്ച്, അതുമല്ലെങ്കിൽ 2022-23 സാമ്പത്തിക സർവേ നോക്കുമ്പോൾ അരിയുടെ ഉൽപാദനത്തിൽ എങ്ങനെയാണ്? വ്യത്യാസമൊന്നുമില്ല. 1ാം സ്ഥാനത്ത് പശ്ചിമ ബംഗാൾ, 2ാം സ്ഥാനത്ത് ഉത്തർപ്രദേശ്, 3ാം സ്ഥാനത്ത് പഞ്ചാബ്. ഈ 3 സംസ്ഥാനങ്ങൾ കൂടി ഇന്ത്യയിൽ ആകെ ഉൽപാദിപ്പിക്കുന്ന അരിയുടെ എത്ര ശതമാനമാണ്? 34.48%. ഐ റിപ്പീറ്റ്, 2 കാലയളവിലും സെയിം തന്നെയാണ്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ചോദ്യങ്ങൾ 2022 കണക്കനുസരിച്ച്, അല്ലെങ്കിൽ 2021-22 കാലയളവിലെ കണക്കനുസരിച്ച്, അതുമല്ലെങ്കിൽ 22-23 സാമ്പത്തിക സർവേയുടെ അടിസ്ഥാനത്തിൽ അരിയുടെ ഉൽപാദനത്തിൽ 1, 2, 3 സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് ആരൊക്കെയാണ്? വെസ്റ്റ് ബംഗാൾ, ഉത്തർപ്രദേശ്, പഞ്ചാബ്. ഈ 3 സംസ്ഥാനങ്ങൾ കൂടി ഇന്ത്യയിൽ ആകെ ഉൽപ്പാദിപ്പിക്കുന്ന അരിയുടെ എത്ര ശതമാനമാണ് വഹിക്കുന്നതെന്ന് അറിയാമോ കൂട്ടുകാരെ? 34.48%. ഇനി നമ്മൾ നേരെ ഗോതമ്പിലേക്ക് പോകുന്നു. അവിടെ 20-21 കാലയളവ്, അല്ലെങ്കിൽ 2021 കണക്കനുസരിച്ച്, അതുമല്ലെങ്കിൽ 21-22 സർവേ, ആ ചോദ്യങ്ങളാണ് വരുന്നതെങ്കിൽ ഉത്തരം UP, MP, പഞ്ചാബ് അഥവാ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 2021 കണക്കനുസരിച്ച്, അല്ലെങ്കിൽ 20-21 കാലയളവ് നോക്കുമ്പോൾ, അല്ലെങ്കിൽ 21-22 സാമ്പത്തിക സർവേയുടെ അടിസ്ഥാനത്തിൽ ഗോതമ്പിന്റെ ഉൽപാദനത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ നിൽക്കുന്നത് UP, MP, പഞ്ചാബ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്. കൂട്ടുകാരെ, അങ്ങനെയാണെങ്കിൽ 22 കണക്കനുസരിച്ച് നിങ്ങളെ സംബന്ധിക്കുന്ന നിർണായക ചോദ്യം 2022 കണക്കനുസരിച്ച്, അല്ലെങ്കിൽ 21-22 കാലയളവ് നോക്കുമ്പോൾ, അതുമല്ലെങ്കിൽ 22-23 സാമ്പത്തിക സർവേയിൽ പ്രതിപാദിക്കുന്ന കാർഷിക വിളകളുടെ ഉൽപാദനം അത് വെച്ച് നോക്കിയാൽ ഗോതമ്പിന്റെ ഉൽപാദനത്തിൽ 1, 2, 3 സ്ഥാനങ്ങളിൽ ആരൊക്കെ തന്നെയാണ്? UP, MP, പഞ്ചാബ്. നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ? നിങ്ങൾ അറിയണം കൂട്ടുകാരെ, ഇന്ത്യയിൽ ആകെ ഉൽപ്പാദിപ്പിക്കുന്ന ഗോതമ്പിന്റെ 66.63% എവിടെ നിന്ന് വരുന്നത്? UP, MP, പഞ്ചാബ്. സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. UP, MP, പഞ്ചാബ്. ചോദ്യങ്ങളൊന്നും കൂടി ആവർത്തിക്കാം. 2022 കണക്കനുസരിച്ച് 21-22 കാലയളവ് നോക്കുമ്പോൾ, അതുമല്ലെങ്കിൽ 22-23 സർവേയിൽ പ്രതിപാദിക്കുന്ന ഗോതമ്പിന്റെ ഉൽപാദനം നോക്കിയാൽ 1, 2, 3 സ്ഥാനങ്ങളിൽ UP, MP, പഞ്ചാബ്. ഈ 3 സംസ്ഥാനങ്ങൾ കൂടി വഹിക്കുന്നത് 66.63%.
അടുത്തത് കൂട്ടുകാരെ, ടോട്ടൽ ഭക്ഷ്യവിളകൾ, അതായത് ഗോതമ്പ്, ഈ പറയുന്ന അരി, ചോളം, ഈ ഇത്തരത്തിലുള്ള വിളകൾ എല്ലാം നോക്കുമ്പോൾ ഭക്ഷ്യവിളകൾ മൊത്തത്തിൽ നോക്കിയാൽ അവിടെയും ഉൽപാദനത്തിൽ 1, 2, 3 സ്ഥലങ്ങളിൽ ആരൊക്കെ തന്നെയാണ്? UP, MP, പഞ്ചാബ് 2021 കണക്കനുസരിച്ച്. ഇനി 22 കണക്കനുസരിച്ചാണെങ്കിൽ കൂട്ടുകാരെ, നിങ്ങളെ സംബന്ധിക്കുന്ന നിർണായക ചോദ്യം, അതും വ്യത്യാസമൊന്നുമില്ല. UP, MP, പഞ്ചാബ് ഇന്ത്യയിൽ ആകെ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവിളകളിൽ, ഇന്ത്യയിൽ ആകെ ഉൽപ്പാദിപ്പിക്കുന്ന, അതായത് അരി, ഗോതമ്പ്, ചോളം തുടങ്ങിയ ഭക്ഷ്യവിളകളുടെ ഉൽപാദനം നോക്കിയാൽ ആകെ ഉൽപാദനം 100% അതിൽ 39.08% വഹിക്കുന്നത് UP, MP, പഞ്ചാബ്. അരിയാണ് എന്നുണ്ടെങ്കിൽ 34.48, വെസ്റ്റ് ബംഗാൾ, ഉത്തർപ്രദേശ്, പഞ്ചാബ്. ഇന്ത്യയിൽ ആകെ ഉൽപ്പാദിപ്പിക്കുന്ന അരിയുടെ 1/3 വെസ്റ്റ് ബംഗാൾ, ഉത്തർപ്രദേശ്, പഞ്ചാബിൽ നിന്നാണ്. ഇന്ത്യയിൽ ആകെ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവിളകളിൽ ഏകദേശം 39.08, ഓൾമോസ്റ്റ് 40% UP, MP, പഞ്ചാബിൽ നിന്നാണ്. സെറ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂട്ടുകാരെ. അങ്ങനെയാണെങ്കിൽ പയറുവർഗങ്ങൾ, ഒന്നാമത്തെ ചോദ്യം 2021 കണക്കനുസരിച്ച്, അതുമല്ലെങ്കിൽ 2020-21 കാലയളവ് നോക്കുമ്പോൾ, അതുമല്ലെങ്കിൽ 21-22 സർവേയുടെ അടിസ്ഥാനത്തിൽ പയറിന്റെ ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് ഇന്ത്യയുടെ ഹൃദയം ഏതാണ്? മധ്യപ്രദേശ്. അവിടെ നിന്ന് നിങ്ങൾ നേരെ താർ മരുഭൂമിയിലേക്ക് പോകുന്നു, രാജസ്ഥാൻ. പിന്നീട് നിങ്ങൾ എങ്ങോട്ടേക്ക് പോകുന്നു? സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ജന്മനാട് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര. എന്നാൽ നിങ്ങളെ സംബന്ധിച്ച നിർണായക ചോദ്യം 2022 കണക്കനുസരിച്ച്, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ, 2021-22 കാലയളവ് നോക്കുമ്പോൾ 2022-23 സാമ്പത്തിക സർവേയുടെ അടിസ്ഥാനത്തിൽ പയറുവർഗ്ഗങ്ങളുടെ ഉൽപാദനത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ വഹിക്കുന്നത് മധ്യപ്രദേശ്. രാജസ്ഥാൻ അല്ല, 2ാം സ്ഥാനത്ത് മഹാരാഷ്ട്ര, 3ാം സ്ഥാനത്താണ് ആര്? രാജസ്ഥാൻ. അപ്പൊ 2022 കണക്കനുസരിച്ച്, അല്ലെങ്കിൽ 21-22 കാലയളവ് നോക്കിയാൽ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ. ഇന്ത്യയിൽ ആകെ ഉൽപ്പാദിപ്പിക്കുന്ന പയറുവർഗത്തിന്റെ 55.04% ഈ 3 സംസ്ഥാനങ്ങൾ കൂടി വഹിക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക. ഒരിക്കലും എന്ത് ചെയ്യരുത്? മറന്നു പോകരുത് കൂട്ടുകാരെ. ഇനി ചോളമാണ് 2021 കണക്കനുസരിച്ച്, അല്ലെങ്കിൽ 20-21 കാലയളവ് നോക്കിയാൽ, അതുമല്ലെങ്കിൽ 21-22 സർവേയുടെ അടിസ്ഥാനത്തിൽ ചോളത്തിന്റെ ഉൽപാദനത്തിൽ 1, 2, 3 സ്ഥാനങ്ങളിൽ ആരൊക്കെയാണ്? നിങ്ങൾ ഇങ്ങനെ പഠിക്കുക, മധ്യമഹാചോളം. എങ്ങനെ? മധ്യമഹാചോളം. കർ ഫോർ കർണാടക, മധ്യ ഫോർ മധ്യപ്രദേശ്, മഹാ ഫോർ മഹാരാഷ്ട്ര. മധ്യമഹാചോളം ഇങ്ങനെ പഠിക്കുക കൂട്ടുകാരെ. 2020 അതായത് 21 കണക്കനുസരിച്ചാണെങ്കിലും, ഇനി 22 കണക്കനുസരിച്ചാണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. 22 കണക്കനുസരിച്ച് മാറ്റമൊന്നുമില്ല. 22 ചോളത്തിന്റെ ഉൽപാദനത്തിൽ മധ്യമഹാചോളം. എങ്ങനെ ഓർക്കണം നിങ്ങൾ? ചോളം മധ്യമഹാചോളം. എങ്ങനെ ഓർക്കണം? ചോളം മധ്യമഹാചോളം. ഫോർ കർണാടക, മധ്യ ഫോർ മധ്യപ്രദേശ്, മഹാ ഫോർ മഹാരാഷ്ട്ര. 21 22 ആര് തന്നെയാണ്? മധ്യമഹാചോളം തന്നെയാണ്. അടുത്തത് കൂട്ടുകാരെ, നിർണായകമായ ഒരു ചോദ്യമാണ്. കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. 2021 കണക്കനുസരിച്ച് പരുത്തിയുടെ ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയായിരുന്നുവെങ്കിൽ 2022 കണക്കനുസരിച്ച് പരുത്തിയുടെ ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് ഗുജറാത്താണ്. 2021 ഇന്ത്യയുടെ പരുത്തി തുറമുഖം മുംബൈ. പക്ഷേ പരുത്തിയുടെ ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിന്നതും മഹാരാഷ്ട്ര. എന്നാൽ 22 പോയപ്പോൾ പരുത്തി തുറമുഖം മുംബൈ, പക്ഷെ പരുത്തിയുടെ ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏതല്ല? മഹാരാഷ്ട്രയല്ല, പിന്നെ ഏതാണ്? ഗുജറാത്ത്. 21 1, 2, 3 സ്ഥാനങ്ങളിൽ മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന. ഇന്ത്യയിൽ ആകെ ഉൽപ്പാദിപ്പിക്കുന്ന പരുത്തിയുടെ 64.58%. എന്നാൽ 22 പോകുമ്പോൾ കൂട്ടുകാരെ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, തെലങ്കാന, ഗുജറാത്ത്, മഹാരാഷ്ട്ര, തെലങ്കാന, അവിടെ 66.23%. ഈ 3 സംസ്ഥാനങ്ങൾ കൂടി ആകെ വഹിക്കുന്നത്, ഇന്ത്യയിൽ ആകെ ഉൽപ്പാദിപ്പിക്കുന്ന പരുത്തിയുടെ 66.23%. അപ്പൊ 22 കണക്കനുസരിച്ച്, അല്ലെങ്കിൽ 21-22 കാലയളവിലെ കണക്കനുസരിച്ച്, അതല്ലെങ്കിൽ 22-23 സർവേയുടെ അടിസ്ഥാനത്തിൽ പരുത്തിയുടെ ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗുജറാത്ത്, 2ാം സ്ഥാനത്ത് മഹാരാഷ്ട്ര, 3ാം സ്ഥാനത്ത് തെലങ്കാന. കൂട്ടുകാരെ, പഞ്ചസാര ഇഷ്ടമില്ലാത്തവർ, അതെ ഇഷ്ടമില്ലാത്തവരുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഞ്ചസാര.
കൂട്ടുകാരെ ശ്രദ്ധിക്കണേ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? 21-ൽ UP. രണ്ടാം സ്ഥാനത്ത് ആരെന്നറിയാമോ? മഹാരാഷ്ട്ര. മൂന്നാം സ്ഥാനത്ത് ആരെന്നറിയാമോ? നമ്മുടെ പൊന്നി എന്നറിയപ്പെടുന്ന കാവേരിയുടെ ഉത്ഭവസ്ഥാനം കർണാടക. അവിടെയാണ് കൂട്ടുകാരെ മൂന്നാം സ്ഥാനം. അപ്പോൾ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക 1, 2, 3 സ്ഥാനങ്ങളിൽ. 21-ലെ കണക്കനുസരിച്ച് പഞ്ചസാര. ഇനി 22-ലെ കണക്കനുസരിച്ച് പഞ്ചസാര നോക്കിയാലോ? നോക്കാമോ നമുക്ക്? അവിടെയും UP ഒന്നാം സ്ഥാനത്ത്, മഹാരാഷ്ട്ര രണ്ടാം സ്ഥാനത്ത്, കർണാടക മൂന്നാം സ്ഥാനത്ത്. നിങ്ങൾക്കറിയോ കൂട്ടുകാരെ? ഇല്ല, നിങ്ങൾക്കറിയില്ല. ഇന്ത്യയിൽ ആകെ ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാരയുടെ 80.09%, 80%, 4 ഭാഗവും വരുന്നത് ഉത്തർപ്രദേശ്. ഗംഗയൊഴുകുന്ന ഉത്തർപ്രദേശിൽ നിന്നും, കൃഷ്ണയുടെ പോഷക നദികൾ ഒഴുകുന്ന മഹാരാഷ്ട്രയിൽ നിന്നും, അതുപോലെ തന്നെ നമ്മുടെ കാവേരിയുടെ ഉത്ഭവ സംസ്ഥാനമായ കർണാടകയിൽ നിന്നുമാണ് 80.09%. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക 1, 2, 3 സ്ഥാനങ്ങളിൽ പഞ്ചസാരയിടയിൽ. ഇനി നിലക്കടലയിലേക്ക് പോയാലോ? 2021-ലെ കണക്കനുസരിച്ച്, അല്ലെങ്കിൽ 2021 കാലയളവിൽ നിങ്ങളൊരു ഹോട്ടലിൽ ചെല്ലുന്നു. വെയിറ്റർ വന്ന് ചോദിക്കുന്നു, ചേട്ടാ എന്താ വേണ്ടേ? ചേട്ടാ ഞങ്ങൾക്കൊരു പ്ലേറ്റ് ഗുജറാത്ത് തമിഴ് നിലക്കടല വേണം. ഞങ്ങൾക്കൊരു പ്ലേറ്റ് എന്ത് വേണം? ഗുജറാത്ത് തമിഴ് നിലക്കടല വേണം കൂട്ടുകാരെ. ഗു ഫോർ ഗുജറാത്ത്, രാജ ഫോർ രാജസ്ഥാൻ, ഗുജറാത്ത് തമിഴ് നിലക്കടല തമിഴ്നാട്. ചേട്ടാ ഞങ്ങൾക്കൊരു പ്ലേറ്റ് ഗുജറാത്ത് തമിഴ് നിലക്കടല തരുമോ? നിലക്കടല ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് ആരാണ്? ഗുജറാത്ത്. രാജസ്ഥാൻ, തമിഴ്നാട്. സെറ്റാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടുകാരെ, 21-ലെ കണക്കനുസരിച്ച് ചേട്ടാ ഞങ്ങൾക്കൊരു പ്ലേറ്റ് ഗുജറാത്ത് തമിഴ് നിലക്കടല തരുമോ? ഗുജറാത്ത്, രാജസ്ഥാൻ, തമിഴ്നാട് 1, 2, 3 സ്ഥാനങ്ങളിൽ. ഇനി 23-ലേക്ക് പോയാൽ കൂട്ടുകാരെ ശ്രദ്ധിക്കണേ. 22-ലേക്ക് പോയാൽ 22-ലെ കണക്കനുസരിച്ച്, അല്ലെങ്കിൽ 21, 22 കാലയളവ് നോക്കുമ്പോൾ, അതുമല്ലെങ്കിൽ 22, 23 സർവേയുടെ അടിസ്ഥാനത്തിൽ നിലക്കടല ഉൽപാദനത്തിൽ 1, 2, 3 സ്ഥാനങ്ങളിൽ ആരൊക്കെ തന്നെയാണ്? ചേട്ടാ ഞങ്ങൾക്കൊരു പ്ലേറ്റ് ഗുജറാത്ത് തമിഴ് നിലക്കടല തരുമോ? ഗുജറാത്ത്, രാജസ്ഥാൻ, തമിഴ്നാട്. ചേട്ടാ ഞങ്ങൾക്കൊരു പ്ലേറ്റ് ഗുജറാത്ത് തമിഴ് നിലക്കടല തരുമോ? ഗുജറാത്ത്, രാജസ്ഥാൻ, തമിഴ്നാട്. ചോളം നമ്മൾ എങ്ങനെയാ പഠിച്ചേ? കർമധ്യ മഹാചോളം. നിലക്കടല എങ്ങനെയാ പഠിച്ചേ? ഗുജറാത്ത് തമിഴ് നിലക്കടല. കൂട്ടുകാരെ അടുത്തത് എണ്ണക്കുരുക്കൾ നമ്മൾ പഠിക്കാൻ പോകുകയാണ്. എങ്ങനെയാണ് എണ്ണക്കുരുക്കൾ പഠിക്കാൻ പോകുന്നത്? 2021-ൽ എണ്ണക്കുരുക്കൾ എങ്ങനെ നമ്മൾ പഠിക്കും? അപ്പോൾ ഇവിടെ ആര് വന്ന് ചോദിക്കുകയാണ്? ആര്? നമ്മുടെ മന്ത്രി വന്ന് ചോദിക്കുകയാണ്. അല്ലയോ ഭൃത്യ, മന്ത്രി വന്ന് ചോദിക്കുകയാണ്, അല്ലയോ ഭൃത്യ, രാജാവ് എവിടെ പോയി? അതിന് നമ്മുടെ ഭൃത്യൻ കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്: എണ്ണ തേച്ച രാജാവ് മഹാരാഷ്ട്രയിൽ മദ്യപിക്കാൻ പോയി. എങ്ങനെ? എണ്ണ തേച്ച രാജാവ് മഹാരാഷ്ട്രയിൽ മദ്യപിക്കാൻ പോയി. എണ്ണക്കുരുക്കളുടെ ഉൽപാദനത്തിൽ 1, 2, 3 സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് ആരൊക്കെയാണ്? രാജസ്ഥാൻ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്. എണ്ണ തേച്ച രാജാവ് മഹാരാഷ്ട്രയിൽ മദ്യപിക്കാൻ പോയി. ഐ റിപ്പീറ്റ്, എണ്ണ തേച്ച രാജാവ് മഹാരാഷ്ട്രയിൽ മദ്യപിക്കാൻ പോയി. കൂട്ടുകാരെ ഉത്തരം മനസ്സിലാവാതെ മന്ത്രി അവിടെ ഒരു നിമിഷം നിൽക്കുകയാണ്. എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, അല്ലയോ ഭൃത്യ, എണ്ണ തേച്ച രാജാവ് 2022-ൽ മദ്യപിക്കാൻ എവിടെ പോയി? മഹാരാഷ്ട്രയിൽ പോയി. അപ്പോ 2022 ചോദ്യം എങ്ങനെയാണ്? എണ്ണ തേച്ച രാജാവ്, അല്ലയോ ഭൃത്യ, എണ്ണ തേച്ച രാജാവ് 2022-ൽ മദ്യപിക്കാൻ എവിടെ പോയി? മഹാരാഷ്ട്രയിൽ പോയി. മഹാരാഷ്ട്ര അവസാനമാണ് വരുന്നതെങ്കിൽ, അതായത് 3-ാം സ്ഥാനത്താണ് വരുന്നതെങ്കിൽ 2022. 3 കോഡുകൾ നമ്മൾ പഠിച്ചു. കർമധ്യ മഹാചോളം. ചോളത്തിന്റെ ഉൽപാദനത്തിൽ 1, 2, 3 സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് 21-ലും 22-ലും കർണാടക, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. കർമധ്യ മഹാചോളം.
അതുപോലെ രണ്ടാമത് പഠിച്ച കോഡാണ് നിലക്കടല. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കൂട്ടുകാരെ. ചേട്ടാ ഒരു പ്ലേറ്റ് ഗുജറാത്ത് തമിഴ് നിലക്കടല എടുക്കൂ. ഗുജറാത്ത്, രാജസ്ഥാൻ, തമിഴ്നാട്. ഗുജറാത്ത്, രാജസ്ഥാൻ, തമിഴ്നാട് നിലക്കടല ഉൽപാദനത്തിൽ 1, 2, 3 സ്ഥാനം നിൽക്കുന്നു. അത് 2021-ലും 2022-ലും ഇത് തന്നെയാണ് അവസ്ഥ. അടുത്തത് നമ്മൾ പഠിച്ചത് എണ്ണക്കുരുക്കളാണ് കൂട്ടുകാരെ. അതും കോഡ് വെച്ച് നമ്മൾ പഠിച്ചു. എണ്ണക്കുരുക്കൾ നമ്മൾ എങ്ങനെയാ ഓർത്ത് വെച്ച് പഠിച്ചത്? 2021-ൽ മന്ത്രി വന്ന് ചോദിക്കുന്നു, അല്ലയോ ഭൃത്യ, രാജാവ് എവിടെ പോയി? അപ്പൊ അതിന് കൊടുക്കുന്ന മറുപടി എങ്ങനെയാണ്? എണ്ണ തേച്ച രാജാവ് 2021-ൽ മഹാരാഷ്ട്രയിൽ മദ്യപിക്കാൻ പോയി. ചോദ്യം മനസ്സിലാവാതെ ഈ പറയുന്ന മന്ത്രി ഒരു നിമിഷം ആലോചിച്ചിട്ട് വീണ്ടും ചോദിക്കുകയാണ്, എണ്ണ തേച്ച രാജാവ് 2022-ൽ മദ്യപിക്കാൻ എവിടെയാണ് പോയത്? മദ്യപിക്കാൻ എവിടെയാ പോയത്? മഹാരാഷ്ട്രയിലാണ് പോയത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പയറിന്റെ പെർസെന്റേജ് മറക്കരുത്, 55.04. പയറിന്റെ ഉൽപാദനത്തിൽ 2022-ൽ 1, 2, 3 സ്ഥാനങ്ങൾ നിൽക്കുന്നത് ആരൊക്കെയാണെന്ന് മറക്കരുത്. ആരൊക്കെയാണ്? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ. പഞ്ചസാരയുടെ പെർസെന്റേജ് മറക്കരുത്, 80.09%. 1-ാം സ്ഥാനത്ത് ഉത്തർപ്രദേശ്, 2-ാം സ്ഥാനത്ത് മഹാരാഷ്ട്ര, 3-ാം സ്ഥാനത്ത് കർണാടക. അതുപോലെ കൂട്ടുകാരെ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ നിങ്ങൾ മറക്കരുത്. UP, MP, പഞ്ചാബ്. ഇത് തന്നെയാണ് ഗോതമ്പിന്റെ അവസ്ഥ. UP, MP, പഞ്ചാബ്. ഗോതമ്പിന്റെ പെർസെന്റേജ് എത്രയാണ്? 66.63. ഇന്ത്യയുടെ അരി ഉൽപാദനത്തിൽ ആരത്തെ 1, 2, 3 സ്ഥാനങ്ങൾ നിൽക്കുന്നത് ആരൊക്കെയാണ്? വെസ്റ്റ് ബംഗാൾ, ഉത്തർപ്രദേശ്, പഞ്ചാബ്. എത്ര ശതമാനമാണ്? 34.48%. സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം കൂട്ടുകാരെ. നന്ദി, നമസ്കാരം.